ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർത്തലയിൽ അഗ്രോ പാർക്ക് സ്ഥാപിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ചേർത്തല പൊലിമ കരപ്പുറം കാർഷിക കാഴ്ചകളുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെല്ലുകുത്തി അരിയാക്കുകയും അത് വിപണനം ചെയ്യുകയും ചെയ്യുന്നത് സെക്കൻഡറി അഗ്രികൾച്ചറാണ്, ദ്വിതീയ കാർഷിക മേഖലയാണ്. കപ്പ ചിപ്സ് ആക്കുന്നെങ്കിൽ അത് ചിപ്സ് ആകുമ്പോൾ സെക്കൻഡറി അഗ്രികൾച്ചർ ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ദ്വിതീയ കാർഷിക മേഖല കൂടി നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടതല്ലേ എന്ന് ഞങ്ങൾ ആലോചിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പരമ്പരാഗതമായ നമ്മുടെ ശൈലി പ്രാഥമിക കാർഷിക മേഖലയിൽ നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇതാദ്യമായി നമ്മൾ പ്രാഥമിക കാർഷിക മേഖലയ്ക്കൊപ്പം ദ്വിതീയ കാർഷിക മേഖലയെയും കൂടി പരിഗണിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. അതിനനുസരിച്ച് നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ കാർഷിക മേഖലയിൽ വരുത്താൻ കഴിയും. നമ്മുടെ മുമ്പിൽ പണം ഒരു വലിയ പ്രശ്നമല്ലമാണ്. നമുക്ക് നല്ല ഒരുപാട് പ്രത്യേകതകളാണ്. നമ്മുടെ മഴക്കാലം, നമ്മുടെ മണ്ണിൻ്റെ പ്രത്യേകത, നമ്മുടെ കാലാവസ്ഥ മൊത്തത്തിലുള്ളത്, ഇതൊക്കെയും കേരളത്തിൻ്റെ സവിശേഷതയാർന്ന ഘടകങ്ങളാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഗുണമേന്മയുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിൽ 2365 കോടി രൂപ ലോകബാങ്ക് സഹായത്തിന് അനുമതി ലഭിച്ചു. 1980 ശേഷം ഇതാദ്യമായാണ് കേരളത്തിൽ കൃഷി വകുപ്പിന് ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചേർത്തല പൊലിമയുടെ ഭാഗമായി കരപ്പുറത്തിന്റെ ചരിത്രം അനാവരണം ചെയ്യുന്ന തരത്തിൽ പ്രത്യേക പ്രദർശന മേള സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജി മോഹനൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കർഷകൻ പാപ്പച്ചൻ കൊച്ചുപറമ്പിൽ, കർഷക തൊഴിലാളി തോട്ടത്തുശ്ശേരി മദനൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ 2025 ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ ഗായകരാകാനാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി ക്ഷണിക്കുന്നതെന്ന് കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ജൂബിലി വർഷാചരണ ഉദ്ഘാടനം മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കർദിനാൾ. നമുക്ക് ചുറ്റും പ്രതിസന്ധികളും വേദനകളും യുദ്ധങ്ങളും നഷ്ടങ്ങളും നിരാശപ്പെടുത്തുന്ന ഏറെ അനുഭവങ്ങളും ഉണ്ടാകുമ്പോഴും ഉദ്ധിതനായ ഈശോ നൽകുന്ന പ്രത്യാശയുടെയും നന്മയുടെയും സ്നേഹത്തിന്റെയും സംഗീതം ആലപിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഈ ജൂബിലി വർഷം നമ്മോട് ആവശ്യപ്പെടുന്നതെന്നും കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് പറഞ്ഞു. ഈ അവസരത്തില് പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനം നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടേതാക്കി മാറ്റാം. പ്രത്യാശയുടെ ഗായകരാകുക. പ്രത്യാശയുടെ ഗായകരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. പ്രതിസന്ധികളുടെയും വേദനകളുടെയും യുദ്ധങ്ങളുടെയും നഷ്ടങ്ങളുടെയും പ്രത്യാശ നശിച്ച എല്ലാ അനുഭവങ്ങളുടെയും മുമ്പില് വ്യക്തിപരമായിട്ട് നമ്മൾ ഓരോരുത്തരും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഉദ്ധിതനായ ഈശോ നൽകുന്ന ആ പ്രത്യാശയുടെ നന്മയുടെ സ്നേഹത്തിന്റെ ആ സംഗീതം ആലപിക്കുവാന് നമ്മളാവും വിധം ആത്മാർത്ഥമായിട്ട് നമ്മൾ വ്യാപരിക്കുന്ന മേഖലകളിലെല്ലാം പ്രത്യാശ നൽകുന്ന സംസാരവും പ്രത്യാശ നൽകുന്ന പ്രവൃത്തികളും പ്രത്യേകമായിട്ട് ഏറ്റെടുക്കുവാനായിട്ട് ഉള്ള ഒരു ഉത്തരവാദിത്വമാണ് പരിശുദ്ധ പിതാവ് നമ്മോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നത്. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ജൂബിലി വർഷ പ്രതീകമായ മാർസ്ലീവ പ്രതിഷ്ഠിച്ച് ജൂബിലി പ്രാർത്ഥനയ്ക്കും പരിശുദ്ധ കുർബാനയ്ക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർ ജോസഫ് പെരുന്തോട്ടം ജൂബിലി സന്ദേശം നൽകി. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട്, മോൺസിഞ്ഞോർ മാത്യു ചങ്ങങ്കരി, മോൺസിഞ്ഞോർ സോണി തെക്കേക്കര, മോൺസിഞ്ഞോർ വർഗീസ് താനമാവുങ്കൽ, കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ, ജൂബിലി ജനറൽ കൺവീനർ ഫാദർ ജോർജ് മാന്തുരത്തിൽ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. ജൂബിലി വർഷത്തിന്റെ ഇടവകതല കുടുംബതല ഉദ്ഘാടനം ജനുവരി 5 അതിരൂപതയിലെ 250 ഇടവകകളിലും വികാരിയച്ചന്മാരുടെയും ജൂബിലി സമിതിയുടെയും നേതൃത്വത്തിൽ നടക്കും. മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ശ്രീ ധർമ്മശാസ്ത ക്ഷേത്ര നട തുറന്നു. തിങ്കളാഴ്ച വൈകിട്ട് 4 ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്.
ശബരീശന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ വിഭൂതിയും താക്കോലും മേൽശാന്തിയിൽ നിന്നും ഏറ്റുവാങ്ങിയ ശേഷം മാളികപ്പുറം മേൽശാന്തി ടി വാസുദേവൻ നമ്പൂതിരി ഗണപതിയെയും നാഗരാജാവിനെയും തൊഴുത മാളികപ്പുറം ശ്രീകോവിലും തുറന്നു. മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ആഴിയിൽ അഗ്നി പകർന്നതിന് ശേഷം അയ്യപ്പ ഭക്തർ 18-ാം പടി ചവിട്ടി ദർശനം നടത്തി. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു വി നാഥ് തുടങ്ങിയവർ ദർശനത്തിനെത്തി. മണ്ഡല മഹോത്സവം സമാപിച്ച ശേഷം ഡിസംബർ 26-ന് നടയടച്ചിരുന്നു. ജനുവരി 14-നാണ് മകരവിളക്ക്. ജനുവരി 19 വരെ തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാകും. ജനുവരി 20-ന് രാവിലെ നടയടയ്ക്കും. ആലപ്പുഴ ജില്ലാതല കേരളോത്സവത്തിൽ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 341 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പും 254 പോയിന്റ് നേടി കലാകിരീടവും കരസ്ഥമാക്കി. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിനാണ് 2ാം സ്ഥാനം. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് 298 പോയിന്റ് നേടിയാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 198 പോയിന്റ് നേടി കലാകിരീടം 2ാം സ്ഥാനവും ഇവർ കരസ്ഥമാക്കി. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിലെ ഗായത്രി നായർ 36 പോയിന്റ് നേടി കലാതിലകമായി. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ മഹേശ്വർ 28 പോയിന്റ് നേടി കലാപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു. കായിക ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ ജൂനിയർ വിഭാഗത്തിൽ ആര്യാട് ബ്ലോക്കിലെ യു വിഷ്ണു, വനിതാ വിഭാഗത്തിൽ പട്ടണക്കാട് ബ്ലോക്കിലെ MS സരിക, സീനിയർ ഗേൾസിൽ കഞ്ഞിക്കുഴി ബ്ലോക്കിലെ KL അലീന, സീനിയർ ബോയ്സിൽ അതുൽ ഷാജി എന്നിവർ ചാമ്പ്യൻഷിപ്പ് പട്ടം കരസ്ഥമാക്കി. 3 ദിവസങ്ങളിലായി അമ്പലപ്പുഴയിലെ വിവിധ വേദികളിലാണ് ജില്ലാതല കേരളോത്സവം നടത്തിയത്. പ്രധാന വേദിയായ അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം H സലാം MLA ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് സമ്മാനങ്ങളും MLA വിതരണം ചെയ്തു. രണ്ടാം സ്ഥാനം ഗോപിക ജി നായർക്ക് കൂടിയുണ്ട്. 2 രണ്ടാം സ്ഥാനമുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനു ഐസക് രാജു, TS താഹ, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭ ബാലൻ, PG സൈറസ്, സജിത സതീശൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റു ജനപ്രതിനിധികൾ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ B ഷീജ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ് എന്നിവർ സംസാരിച്ചു. സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 148ാമത് ജയന്തി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ചങ്ങനാശ്ശേരി പെരുന്ന NSS ആസ്ഥാനത്തെ വിദ്യാഭ്യാസ സമുച്ചയ മൈതാനിയിൽ കേരളീയ തനിമയോടെ തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ ജനുവരി 1-2 തീയതികളിലായി ആഘോഷ പരിപാടികൾ നടക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവപ്പെട്ട തിരക്ക് കണക്കിലെടുത്ത് 35,000-ലധികം പേർക്ക് ഇരിക്കാവുന്ന വിധത്തിൽ കൂറ്റൻ പന്തലാണ് ഇത്തവണ നിർമ്മിച്ചിട്ടുള്ളത്. പന്തലിലെ അലങ്കാര ജോലികളും NSS ആസ്ഥാന മന്ദിരത്തെയും പരിസരങ്ങളിലെയും ദീപാലങ്കാര ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. വിവിധയിടങ്ങളിൽ നിന്നെത്തുന്നവർക്കായി താമസ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. NSS ഹിന്ദു കോളേജ് ക്യാമ്പസിൽ വിശാലമായ ഊട്ടുപുരയാണ് ഒരുക്കിയിട്ടുള്ളത്. ജനുവരി 1-ന് രാവിലെ 7 മുതൽ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടക്കും. 10-15-ന് അഖില കേരള നായർ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. NSS പ്രസിഡന്റ് ഡോക്ടർ M ശശികുമാർ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ NSSന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ജനുവരി 2 രാവിലെ 10:45-ന് ജയന്തി സമ്മേളനം രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യും. K ഫ്രാൻസിസ് ജോർജ് MP അനുസ്മരണ പ്രഭാഷണം നടത്തും. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ, പ്രസിഡന്റ് ഡോക്ടർ M ശശികുമാർ, ട്രഷറർ NV അയ്യപ്പൻ പിള്ള തുടങ്ങിയവർ സംസാരിക്കും. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ദീപപ്രോജ്വലനം BMS ദേശീയ സെക്രട്ടറി V രാധാകൃഷ്ണൻ നിർവഹിച്ചു. 12ാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് ജില്ലാ സമ്മേളനം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മെഡിസെപ് പദ്ധതിയുടെ അപാകതകൾ പരിഹരിക്കുക, 70 വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്ക് പദ്ധതിയിൽ ഓപ്ഷൻ അനുവദിക്കുക, മുതിർന്ന പൗരന്മാർക്ക് റെയിൽവേയിൽ സൗജന്യ യാത്ര പുനഃസ്ഥാപിക്കുക, 11ാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക, ക്ഷാമാശ്വാസ കുടിശ്ശിക എന്നിവ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, ട്രഷറികൾക്ക് മുൻപിൽ പെൻഷൻകാർക്കായി വിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങുക, ക്ഷേമ പെൻഷൻ വാങ്ങിയ സർവീസ് പെൻഷൻകാരുടെ പേരുവിവരം പുറത്തുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ നടപ്പാക്കണമെന്നും ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PN ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെങ്ങന്നൂർ MLAയുടെ മകനെ PWD ഡിപ്പാർട്ട്മെന്റില്
അസിസ്റ്റന്റ് എഞ്ചിനീയറായി 2018 ആശ്രിത നിയമനം നടത്തി. അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവ് നൽകിയ തുകയുടെ കാര്യം പറയണ്ട. പക്ഷെ ആശ്രിത നിയമനത്തിലൂടെ ഒരു ഗസറ്റഡ് റാങ്കിലേക്ക് അദ്ദേഹത്തിന്റെ മകനെ ഇല്ലാത്ത നിയമത്തിന്റെ ഇതിൽ തിരികെ കയറ്റി. അതിനെതിരായി പോയ കോടതികളെല്ലാം താഴെത്തട്ട് മുതൽ സുപ്രീം കോടതി വരെ ഈ നിയമനം തെറ്റാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കി. പക്ഷെ സുപ്രീം കോടതിയുടെ ആ വിധിയുടെ പശ്ചാത്തലത്തിൽ പോലും ഇന്നും ഇതേപോലെ 10ഓളം MLA-മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഭാര്യമാരും മക്കളും ഈ ഒരേ ഉത്തരവിന്റെ ബലത്തിൽ ഇന്നും സർവീസിൽ നിലനിൽക്കുകയാണ്. ആലപ്പുഴ BMS ഓഫീസിൽ നടന്ന സമ്മേളനത്തിൽ പെൻഷനേഴ്സ് സംഘ് ജില്ലാ പ്രസിഡന്റ് KR മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. BMS ദേശീയ സെക്രട്ടറി V രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ഗോപകുമാർ, NGO സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് J മഹാദേവൻ, NGO സംഘ് ജില്ലാ പ്രസിഡന്റ് KN അജിത് കുമാർ, ജില്ലാ സംയോജകൻ KR വേണു എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം BMS സംസ്ഥാന സമിതി അംഗം A പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റായി KR മോഹൻദാസിനെയും സെക്രട്ടറിയായി SS ശ്രീകുമാറിനെയും തിരഞ്ഞെടുത്തു. MG മുരളീധരനാണ് ട്രഷറർ. പെൻഷനേഴ്സ് സംഘിന്റെ ആദ്യകാല പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ചമ്പക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൊതുസമ്മേളനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. നെടുമുടി CI A നൌഫൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരിക്കൽ നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നത് കോളേജ് ലൈഫിൽ ഒരിക്കലും പറയില്ല. നമ്മൾ പറയുന്നത് എന്താണ്, നമ്മളുടെ ആ സ്കൂൾ ലൈഫ് ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കവികളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വട്ടം കൂടിയ കലാലയത്തിൽ ഒന്നിച്ചിരിക്കാൻ മോഹം എന്നൊക്കെ ഒരുപാട് കവികളിലൂടെ എല്ലാ കവികളും നമ്മളുടെ കലാലയത്തെ കുറിച്ച് പറയാത്ത ഒരു കവികളും ഇതുവരേക്കും ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് കലാലയ ജീവിതത്തിന്, നമ്മുടെ സ്കൂൾ ജീവിതത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. നമ്മളുടെ പുതിയ സ്നേഹബന്ധങ്ങൾ തുടങ്ങുന്നത്, നമ്മളുടെ ജീവിതത്തിന് പുതിയ അർത്ഥതലങ്ങൾ തുടങ്ങുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാകണം, നമ്മൾ എന്താകരുത് എന്ന് നമ്മൾ പഠിക്കുന്ന വളരെ വലിയ ഒരു കലാക്ഷേത്രം, അതായത് നമ്മുടെ വലിയൊരു നമ്മളുടെ മുതൽക്കൂട്ടാവുന്ന ഒരു ഗേഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്കൂൾ ജീവിതമാണ്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് PR ദേവരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചമ്പക്കുളം ബസിലിക്ക റെക്ടർ ഫാദർ ജെയിംസ് പാലക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ഡോക്ടർ മാത്യു തെങ്ങമ്പള്ളി, ജോസ് കാട്ടിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ ബ്രിഗേഡിയർ സന്ദീപ് കുമാർ, MC ജോസഫ്, മണലാടി സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രകാശ് J തോമസ്, വർഗീസ് ആന്റണി പോരുക്കര, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി G കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗീത വിരുന്നോടുകൂടിയാണ് യോഗം സമാപിച്ചത്. മിത്രക്കരി സെന്റ് സേവിയേഴ്സ് ഇടവക ദിനാചരണം കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് ഉദ്ഘാടനം ചെയ്തു. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി. ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടെ പള്ളിയിലെത്തിയ കർദിനാൾ മാർ ജോർജ് കൂവക്കാടിനെ ഇടവകാംഗങ്ങൾ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം കർദിനാൾ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഏറ്റവും ചെറിയ ആളുകളെ കണ്ടുപിടിക്കാൻ പ്രത്യേകമായ ഒരു അജപാലകന്റെ കണ്ണുകളുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ. ആ കണ്ണുകൾ ഈ എളിയവനായ എന്നെയും കണ്ടുകിട്ടി എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛൻ പറഞ്ഞു, ഇതെങ്ങനെയാണ് ഒപ്പിച്ചെടുത്തത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കണ്ണുകൾ, അജപാലകന്റെ കണ്ണുകൾ, ഈ ദുർബലരെ കാണുന്ന കണ്ണുകൾ എങ്ങനെയോ പിതാവിൻ്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണമായിട്ട് ഞാൻ കാണുന്നത്. എങ്കിലും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എപ്രകാരമാണ് ഇങ്ങനൊരു ചിന്ത, ഒരുപക്ഷെ ഇങ്ങനൊരു അനുഗ്രഹം, ഇങ്ങനെയൊരു ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എത്തുക എന്നുള്ളത്. സമ്മേളനത്തിൽ പ്രൊഫസർ റൂബിൽ രാജ് അധ്യക്ഷനായി.
ഫാദർ ദാമിയനോസ് കൊച്ചേരി സ്വാഗതം പറഞ്ഞു. സിസ്റ്റർ അർച്ചന CMC, സിസ്റ്റർ ചൈതന്യ തെരേസ, ജിയ മരിയ ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും ദാമ്പത്യ ജീവിതത്തിൽ 25ഉം 50ഉം വർഷങ്ങൾ തികഞ്ഞ ദമ്പതികളെയും ആദരിച്ചു. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. തലവടി വിഷൻ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 3ാമത് വാർഷിക പൊതുയോഗം നടന്നു. തലവടി ഗ്രാമപഞ്ചായത്ത് അംഗം LC പ്രകാശ് യോഗം ഉദ്ഘാടനം ചെയ്തു. വെറുതെ പൈസ വാങ്ങിച്ച് കളക്ട് ചെയ്ത് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആ ഒരു മെന്റാലിറ്റി മാത്രം പോരാ. ഞാൻ അംഗങ്ങളോട് ഇതിനു മുമ്പ് ഒരിക്കൽ സംസാരിച്ചത് പറഞ്ഞാൽ അത് മാത്രം പോരാ. നമ്മൾ ഇങ്ങനെ ഒരു സംഘടന നടത്തുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം, ഒരു വീട്ടിൽ തന്നെ നമുക്കറിയാം 10 പിള്ളേരുണ്ടെങ്കിൽ 10 സ്വഭാവക്കാരായിരിക്കും. അപ്പൊ പല വീടുകളിൽ നിന്നുള്ള അംഗങ്ങളെ കൂട്ടി യോജിപ്പിച്ച് അവരെ ഒരേ സ്വരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആ നയിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവിടെ സഹനത്തിന്റെയും ക്ഷമയുടെയും ഒക്കെ ആ സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരം ഒരു സഹന ശക്തിയോടും ക്ഷമയോടും കൂടെ മുന്നോട്ട് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോവുകയും ഇപ്പോൾ അവരൊരു കൃഷി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കൃഷി ആരംഭിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നില്ല. നമ്മളതിനകത്ത് നല്ലത് വന്നാലും ചീത്ത വന്നാലും നമ്മളത് ഒരേ മനസ്സോടെ അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്നു. സംഘം പ്രസിഡന്റ് KV വിജയകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് മുഖ്യാതിഥിയായി. മുൻ അംഗം സന്തോഷ്, ഹരിദാസ്, സെക്രട്ടറി PR വിജയകുമാർ എന്നിവർ സംസാരിച്ചു. നാടക ചലച്ചിത്ര നടൻ പ്രമോദ് വെളിയനാടിനൊപ്പം ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ച കൈലേഷ് മനുവിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. വിഷൻ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ 2 ഏക്കർ സ്ഥലത്ത് 800ഓളം ഏത്തവാഴകൾ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഒരു പങ്ക് ചികിത്സാ സഹായത്തിനും പഠന സഹായത്തിനുമായി ഇവർ നീക്കിവെക്കുന്നു. അടുത്ത തവണ നെൽകൃഷി ചെയ്യാനും സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമലയിൽ പോലീസിന്റെ 5ാമത്തെ ബാച്ച് സ്പെഷ്യൽ ഓഫീസർ S മധുസൂദനന്റെ നേതൃത്വത്തിൽ ചുമതലയേറ്റു. നിലവിൽ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് SP ആണ് S മധുസൂദനൻ. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ വരുന്ന അതിഥികളായ അയ്യപ്പ ഭക്തന്മാർക്ക് അടുത്ത 1 വർഷത്തേക്ക് ശബരീശന്റെ ദിവ്യരൂപം മനസ്സിൽ നിൽക്കത്തക്ക രീതിയിൽ ദർശനം സാധ്യമാക്കി അവരെ തിരികെ സുരക്ഷിതരായി മടക്കി അയക്കുക എന്നുള്ളതാകണം ഡ്യൂട്ടിയിലുള്ള ഓരോരുത്തരുടെയും കടമയെന്ന് സ്പെഷ്യൽ ഓഫീസർ പുതിയ ബാച്ചിനെ ഓർമ്മപ്പെടുത്തി. സന്നിധാനവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും കൃത്യമായ ഗ്രാഹ്യം ഡ്യൂട്ടിയിലുള്ള ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരിക്കണം. അയ്യപ്പ ഭക്തരുടെ ചോദ്യങ്ങൾക്ക് ക്ഷമയോടെ കൃത്യമായ ഉത്തരങ്ങൾ നൽകാൻ ശ്രദ്ധിക്കണമെന്നും സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞു. വളരെ ഭക്തിയോടുകൂടി വ്രതമെടുത്ത് അയ്യപ്പനെ കാണാൻ വരുന്ന സ്വാമിമാരെ അവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം നമ്മൾ ദർശനം നൽകുക എന്നുള്ളതാണ്. അയ്യപ്പനോടുള്ള നിങ്ങൾ എത്ര പേര് വിശ്വാസിയുണ്ടെന്നും അവിശ്വാസിയുണ്ടെന്നുള്ള കണക്കൊന്നും എനിക്ക് വേണ്ട. ഇവിടെ നമ്മൾ നമ്മുടെ മനസ്സിലാത്ത ഒറ്റ ഉദ്ദേശം മാത്രമേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന നമ്മുടെ അതിഥികളായി എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ അടുത്ത 1 വർഷത്തേക്ക് മനസ്സിനകത്ത് അയ്യപ്പന്റെ ആ മോഹന രൂപം മനസ്സിൽ നിൽക്കത്തക്ക രീതിയിൽ ദർശനം നൽകി സായുജ്യമടയിച്ച് അവരെ പറഞ്ഞു വിടുകയാണ്. കൊടിമരം, സോപാനം, 18ാം പടി, നടപ്പന്തൽ, യൂടേൺ, ശരംകുത്തി, മരക്കൂട്ടം, മാളികപ്പുറം, പാണ്ടിത്താവളം, കൺട്രോൾ റൂം എന്നിവയാണ് പ്രധാന പോലീസ് ഡ്യൂട്ടി പോയിന്റുകൾ. നടപ്പന്തൽ മുതൽ മരക്കൂട്ടം വരെയുള്ള 1ാമത്തെ സെക്ടറിന്റെ ചുമതല ASP ഹരീഷ് ജെയിനും 18ാം പടി മുതൽ പാണ്ടിത്താവളം വരെയുള്ള 2ാമത്തെ സെക്ടറിന്റെ ചുമതല ASO വിനോദിനുമാണ്. 10 DYSPമാരും 33 CIമാരും 96 SI ASIമാരും ഉൾപ്പെടെ 1437 പേരാണ് പുതിയ ബാച്ചിലുള്ളത്. തലവടി ചുണ്ടൻ വള്ളം നീരണിഞ്ഞതിന്റെ 2ാം വാർഷിക ദിനത്തിൽ തലവടി ദേശത്തിന് മറ്റൊരു കളിവള്ളം കൂടി നീരണിയുന്നു. നെപ്പോളിയൻ വെപ്പ് A ഗ്രേഡ് വള്ളത്തിന്റെ നീരണിയൽ ചടങ്ങ് ജനുവരി 1 രാവിലെ 10നും 11നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ നടക്കും. ശില്പി സാബു നാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിൽ നീരണിയൽ ചടങ്ങ് നടക്കും. നെപ്പോളിയന്റെ ഉളികുത്തു കർമ്മം 2023 നവംബർ 21നും മലർത്തൽ ചടങ്ങ് 2024 ആഗസ്റ്റ് 10നുമാണ് നടന്നത്. പ്രവാസികളും സ്വദേശീയരുമായ നെപ്പോളിയൻ ടീമാണ് വെപ്പ് A ഗ്രേഡ് വള്ളം നിർമ്മിക്കുന്നത്. എടത്വ പൊടിയാടി റോഡിൽ തലവടി വില്ലേജ് ഓഫീസിന് സമീപം
ഇടയത്ര ബാബു ജോർജിന്റെ പുരയിടത്തിലെ മാലിപ്പുരയിലാണ് വള്ളത്തിന്റെ നിർമ്മാണം നടന്നത്. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ധനസഹായ പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കൂടരുത്. 60 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. www.bwin.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായി ജനുവരി 10 വരെ അപേക്ഷ നൽകാം. വിശദവിവരത്തിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ 0484298330. മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത കരകൗശല വിദഗ്ധർ, കൈപ്പണിക്കാർ, പൂർണ്ണ വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികൾ എന്നിവർക്ക് നൈപുണ്യ പരിശീലനവും ധനസഹായവും നൽകുന്ന പദ്ധതിയിലേക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. ആധുനിക യന്ത്രോപകരണങ്ങളുടെ ഉപയോഗത്തിലൂടെ വരുമാന മാർഗം കണ്ടെത്തുന്നതിനുള്ള തൊഴിൽ വൈദഗ്ധ്യ പരിശീലനവും ധനസഹായവുമാണ് നൽകുക. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കൂടരുത്. 60 വയസ്സുവരെയുള്ളവർക്ക് www.bwin.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. അവസാന തീയതി ജനുവരി 10. കൂടുതൽ വിവരങ്ങൾക്ക് 0484298330 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിൽ കൊല്ലം ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായ സങ്കല്പിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. 10ാം ക്ലാസ് വിജയിച്ചവർക്കുള്ള അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ ലെവൽ 3, +1 വിജയിച്ചവർക്കുള്ള എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ലെവൽ 4 എന്നീ പരിശീലനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പരിശീലന തുക മുഴുവനായും സർക്കാർ വഹിക്കും. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുമായി ഡിസംബർ 31 വൈകിട്ട് 5-നകം സ്ഥാപനത്തിൽ നേരിട്ടെത്തണം. വിശദവിവരങ്ങൾക്ക് 8078980000 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7120 രൂപ, പവന് 56,960 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.